Hello friends, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇ ലേണിങ്ങും അതിൻ്റെ അസസ്മെൻറ്റും വിർച്വൽ ക്ലാസ്സും എക്സിറ്റ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കുമല്ലേ. എല്ലാവരും മാസ്റ്റർ ചെക്കറും ഉറ്റു നോക്കിയിരിക്കുകയായിരിക്കും എവിടെ പോയി എന്നൊക്കെ. നമുക്ക് ഡി ജി ഷിപ്പിംഗ് സൈഡിൽ മാസ്റ്റർ ചെക്കറായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ഡേറ്റ് ആയോ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് മാസ്റ്റർ ചെക്കറിനെ കാണാനില്ല അവിടെ. എന്നാ പറ്റുമെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പേ ഡി ഷിപ്പിംഗ് സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ആയി. ആ ഒരു സമയത്ത് മാസ്റ്റർ ചെക്കർ അവിടുന്ന് എടുത്ത് മാറ്റപ്പെട്ടു. എന്നാ കാരണം എന്നറിയില്ല, ഒരു കുറച്ച് ദിവസത്തിൻ്റെ അത് അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞത് അവർ. സോ നമുക്ക് എന്തായാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. സർട്ടിഫിക്കറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കമ്പനി ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഡി സിക്ക് വേണ്ടി നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം വേണം, റീഫ്രഷ് ചെയ്യുന്നവർക്കും പുതിയതായിട്ട് എടുക്കുന്നവർക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഒത്തിരി പേര് ഫോൺ വഴിയും മെസ്സേജ് വഴിയും അതിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, മാസ്റ്റർ ചെക്കർ നിലവിലില്ലല്ലോ, പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും സർട്ടിഫിക്കറ്റ്, ക്ലാസ് അറ്റൻഡ് ചെയ്തത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അപ്ഡേറ്റ് ആയോ ഇല്ലയോ എന്നൊക്കെ. സോ അതിനൊക്കെ ഒരു പോകാൻ വഴിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ അടുത്ത വരുന്ന ന്യൂ അപ്ഡേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇ ലേണിങ്ങും അസസ്മെൻറ്റും അതിൻ്റെ എക്സിറ്റ് എക്സാമും കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഇനി പുതിയ വഴി ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് നോർമലി സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ മാസ്റ്റർ ചെക്കർ ഇതുവരെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രോമിലോ മോസിലോ ഫയറിലോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഡി ജി ഷിപ്പിംഗ് എന്ന് സെർച്ച് ചെയ്യും സാധാരണ. അതിനുശേഷം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലിങ്കിലേക്ക് നമ്മൾ ഓപ്പൺ ആവും. അതിൽ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ ഇ ഗവേണൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇ ഗവേണൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലോഗിൻ ഐ ഡിയും പാസ്വേഡും ചോദിച്ചുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻഡോസ് നമ്പർ കൊടുത്ത് ഇൻഡോസ് നമ്പറിൻ്റെ കൂടെ 1 എന്ന് ചേർത്ത് നമ്മൾ ലോഗിൻ ചെയ്യും. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടുള്ള അപ്ഡേറ്റ് സിഫെയർ പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് ഏറ്റവും മേളിൽ കാണാം സിഫെയർ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ നമ്മൾ മെയിൽ ബോക്സിൻ്റെ തൊട്ടടുത്താണ് മാസ്റ്റർ ചെക്കർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്കവിടെ നിലവിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ആർക്കും മാസ്റ്റർ ചെക്കർ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്ത കോഴ്സൊക്കെ വാലിഡ് ആണോ, അത് മാസ്റ്റർ ചെക്കറിൽ വന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ഒരു PDF ഫയലോ ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ അതിനൊക്കെ ഒരു പോം വഴിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണാം. നമ്മൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് ഇനി കാണാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതായ STCW കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഷിപ്പിങ്ങിൻ്റെ ഹോം പേജിലോട്ട് ഇതുപോലെ വരിക. ഹോം പേജിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻഡോസ് ബാർ COP ചെക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇൻഡോസ് ബാർ COP ചെക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. സോ അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട് സെർച്ച് ഫോർ, എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് GMDSS, COP, ABയുടെ ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ നോക്കേണ്ടത് STCW കോഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം, സെർച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡോസ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ഇല്ലാത്തടത്തോളം നമ്മൾ നമ്മുടെ ഇൻഡോസും കൊടുക്കുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. നമ്മുടെ ഇൻഡോസ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം കറക്റ്റാണോ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ ചെയ്ത കോഴ്സും കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാകും. ഞാൻ നിലവിൽ 2 കോഴ്സ് ചെയ്തിട്ടുള്ളൂ, ഫയർ ഫൈറ്റിങ്ങും PSTയുടെ റീഫ്രഷും. അപ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ പേര്, ഏത് കോളേജിലാണ് ചെയ്തത്, അതോടൊപ്പം തന്നെ ഏത് ദിവസമാണ് നിങ്ങൾ ക്ലാസ് ചെയ്തത്, ഏത് ദിവസമാണോ ക്ലാസ് എൻഡ് ആയത്, അതോടൊപ്പം തന്നെ നീല കളറിൽ കാണുന്ന ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് നമ്പർ, പിന്നെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആ സർട്ടിഫിക്കറ്റിൻ്റെ ആ നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. ഈ ഇൻ്റർഫേസിൻ്റെ അകത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് നമ്മൾ നിലവിൽ പറയുന്നത്. ഇതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഡൗൺലോഡ് ഫോൾഡറിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. സോ ആ ഡൗൺലോഡ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, സേവ് ഫയൽ എന്നുണ്ട്. സോ സേവ് ഫയലിൽ ഓക്കെ കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ PDF ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ സേവ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു PDF ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ കമ്പനിയിൽ അയക്കുകയോ അതല്ല DC എൻഡോഴ്സ്മെൻറ്റ് എടുക്കുകയോ അങ്ങനെ മറ്റു ചില ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു PDF ഫയൽ ഉപയോഗിക്കാവുന്നതാണ്.